Welcome you all to Kerala School Tuition YouTube channel. So today we are going to discuss 5th standard social science ആണ് 5th standard social science ന്റെ first 6 chapters. അതായത് part 1 book മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ഇത് part 2 ബുക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് 7th ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ 7th ചാപ്റ്റർ ചേഞ്ചസ് റോട്ട് ബൈ അയൺ. സോ ചേഞ്ചസ് മീൻസ് മാറ്റങ്ങൾ, റോട്ട് ബൈ അയൺ. റോട്ടെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വീട്ടിൽ പല ഇരുമ്പുണ്ടാക്കാൻ, നമ്മളുടെ കുന്താലി മൺവട്ടിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എന്തോ ചെയ്യും, ഇരുമ്പിനെ എടുത്ത് അടിച്ച് പരത്തത്തില്ലേ. സോ ഈ ഷേപ്പിലാക്കും, ഈ ഷേപ്പിലാക്കും. സോ അതാണ് ഈ റോട്ട് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. സോ ചേഞ്ചസ് റോട്ട് ബൈ അയൺ മീൻസ് അയൺ. അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ്. സോ അയൺ വന്നതുകൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ, അയണിനാൽ സംഭവിച്ച മാറ്റങ്ങൾ എന്നാണ് ഇവിടെ ചേഞ്ചസ് റോട്ട് ബൈ അയൺ എന്നതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ റിവേഴ്സ് മാർക്ക്ഡ് ഇൻ ദ ഗിവൺ മാപ്പ്. സോ ഈ മാപ്പിനകത്ത് കൊടുത്തിരിക്കുന്ന റിവേഴ്സ് ഏതൊക്കെയാണെന്ന ചോദ്യം നോക്കാം നമുക്ക്. സോ ഇവിടെ ഈ ഇന്ത്യയുടെ മാപ്പിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ ഇൻഡസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇൻഡസ് കൊടുത്തിട്ടുണ്ട്, ജലം കൊടുത്തിട്ടുണ്ട്, ചെനാബ് കൊടുത്തിട്ടുണ്ട്, രവി കൊടുത്തിട്ടുണ്ട്, സത്ലജ്, ബിയാസ്, ഗംഗ. സോ ഈ 1, 2, 3, 4, 5 റിവേഴ്സ് ഉണ്ടല്ലോ. ഈ 5 റിവേഴ്സ് കൂടി ചേർന്നാണ് ഈ ഇൻഡസ് റിവർ ഉണ്ടാകുന്നത്. ഓർ ഇൻ ഫ്യൂച്ചർ ക്ലാസ്സസിൽ നിങ്ങൾ പഠിക്കും ദ ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ് ആണ് ഈ റിവേഴ്സ് എന്ന് പറയുന്നത്. സോ JCBR, ജലം, ചെനാബ്, ബിയാസ്, രവി, സത്ലജ്. ഈ JCBRS ആണ് ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ്. എനിവേ ഈ മാപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇൻഡസിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ജലം, ചെനാബ്, രവി, സത്ലജ്, ബിയാസ്. ഇതെല്ലാം ഓരോ റിവേഴ്സാണ്. ഈ റിവേഴ്സ് എല്ലാം കൂടെ കൂടി ചേർന്ന് ഒരു വലിയ റിവർ ഉണ്ടാവും, അതാണ് ഈ ഇൻഡസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഗംഗ കൊടുത്തിട്ടുണ്ട്. ഗംഗയും ഒരുപാട് ട്രിബ്യൂട്ടറീസ് ചേർന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ മാപ്പിൽ കൊടുത്തിട്ടില്ല. അതുകൂടാതെ ഇവിടെ ഒരുപാട് റിവേഴ്സ് നിങ്ങൾക്ക് കാണാം. ഈ ഓരോ റിവേഴ്സിനും ഓരോ പേരുകളുണ്ട്. കാവേരി, കൃഷ്ണ, മഹാനദി എന്നൊക്കെ പേരുണ്ട്. പക്ഷേ അതും നിങ്ങൾക്കിവിടെ പഠിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്? ട്രിബ്യൂട്ടറീസ് കണ്ടു, ഓർ ഡിഫറെൻറ്റ് റിവേഴ്സിൻ്റെ നെയിം ഈ മാപ്പിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്തു. ഓക്കെ, ഇനി ഏതൊരു മാപ്പ് നിങ്ങളെടുത്താലും ആ മാപ്പിനെ പഠിക്കുന്നതിന് ആക്ച്വലി ഒരു ബേസിക് സ്ട്രക്ചറുണ്ട്. സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഡയറക്ഷൻ വെച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതായത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് നോർത്ത്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ വരയ്ക്കട്ടെ. ബ്ലാക്ക് കളർ തന്നെ എടുക്കാം നമുക്ക്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്, ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഉണ്ട്. സോ ഈ റീജിയൻ എന്ന് പറയുന്നത് ഈ നോർത്തിനും വെസ്റ്റിനും ഇടയ്ക്കല്ലേ വരുന്നത്. ആ റീജിയൻ നോർത്തിനും വെസ്റ്റിനും ഇടയ്ക്കായതുകൊണ്ട് നമ്മൾ അവനെ നോർത്ത് വെസ്റ്റ് എന്ന് പറയും. സോ ഈ റീജിയണോ, ഈ റീജിയൻ എന്ന് പറയുന്നത് വെസ്റ്റിനും സൗത്തിനും ഇടയ്ക്കാണ്, അതുകൊണ്ട് നമ്മളിവനെ സൗത്ത് വെസ്റ്റ് എന്ന് പറയും. ഓക്കെ, സോ നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്. അതുപോലെ തന്നെ ഈ റീജിയൻ, ആ റീജിയൻ എന്ന് പറയുന്നത് നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് വരുന്നതല്ലേ, അതുകൊണ്ട് നമ്മളവരെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. ഈ റീജിയൻ എന്ന് പറയുന്നത് സൗത്തിനും ഈസ്റ്റിനും ഇടയ്ക്കാണ്, അതുകൊണ്ട് നമ്മളവനെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയും. സോ ഇത് നിങ്ങൾ ഏതൊരു മാപ്പിൽ അപ്ലൈ ചെയ്താലും, സപ്പോസ് ഇന്ത്യയുടെ ഒരു മാപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഇന്ത്യയുടെ ഈ ഒരു മാപ്പിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്പിനെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇന്ത്യയുടെ നോർത്തേൺ റീജിയൻ, ഇന്ത്യയുടെ സതേൺ റീജിയൻ, ഈസ്റ്റേൺ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ. അത് വെച്ചാൽ നമ്മൾ പറയുന്നത് വെസ്റ്റേൺ സൈഡിൽ അറേബ്യൻ സീ ഉണ്ടെന്നും, ഈസ്റ്റേൺ സൈഡിൽ ബേ ഓഫ് ബംഗാൾ ഓഷ്യൻ ഉണ്ടെന്നും, നോർത്തേൺ സൈഡിൽ ഹിമാലയ ഉണ്ടെന്നും, സതേൺ സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ടെന്നും നമ്മൾ പഠിക്കുന്നത് ഈ ഒരു നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറയുന്ന ഡയറക്ഷൻസ് ബേസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ എന്താണ്, നോർത്ത് വെസ്റ്റാണ്. ഓക്കെ, സി കീപ്പ് ഇൻ മൈൻഡ്, ഇതെന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ഞാൻ വരച്ചല്ലോ, അതെന്ന് പറയുന്നത് എവിടെയും നിങ്ങൾക്ക് കൊണ്ടുപോയി വരയ്ക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എടുക്കാം. ഇനി ഓവറോൾ ഇന്ത്യ മൊത്തത്തിൽ നിങ്ങൾ എടുക്കണമെങ്കിൽ മനസ്സിലാവുന്നോ,
സോ ഇത് നോർത്താണ്, ഇത് സൗത്താണ്, ഈസ്റ്റാണ്, വെസ്റ്റാണ്. അതായത് നോർത്ത് വെസ്റ്റേൺ റീജിയനിലാണ് ഈ റിവേഴ്സ് വരുന്നത്. നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് ഈ ഗംഗ വരുന്നത്. ഓക്കെ, ഈസ്റ്റേൺ റീജിയൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് ഗംഗ വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് അത്രയും? ഇനി നമുക്ക് ഈ ചോദ്യത്തിലോട്ട് വരാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ആർ ദ റിവേഴ്സ് മാർക്ക്ഡ് ഇൻ ദ ഗിവൺ മാപ്പ്. ഈ മാപ്പിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്? സോ ഇൻഡസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഏതൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടത്? ജലം കണ്ടു, ചെനാബ് കണ്ടു, രവി, സത്ലജ്, ബിയാസ്, ഗംഗ. സോ അത് നിങ്ങൾ ഇവിടെ എഴുതണം. ഇൻഡസ്, ജലം, ചെനാബ്, ബിയാസ്, സത്ലജ്, രവി, ഗംഗ. സോ ഈ റിവേഴ്സിൻ്റെ പേരുകൾ നിങ്ങളിവിടെ എഴുതണം. അത് കഴിഞ്ഞ് വിച്ച് എമംഗ് ദം ഫ്ലോ ത്രൂ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൺ ഓഫ് ഇന്ത്യ. സോ നമ്മൾ കണ്ടു ഗംഗ ഒഴികെ ബാക്കി എല്ലാം ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ റീജിയനിലൂടെ ഒഴുകുന്നു. ഇൻഡസും അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ജലം, ചെനാബ്, രവി, സത്ലജ്, ബിയാസ് ഇതെല്ലാം ഒഴുകുന്നത് നോർത്ത് വെസ്റ്റേൺ റീജിയനിലൂടെയാണ്. ദേ ആർ ദ റിവേഴ്സ് ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. സോ നിങ്ങൾ കണ്ടോ ട്രിബ്യൂട്ടറീസ് എന്ന് വെച്ചാൽ? ട്രിബ്യൂട്ടറി എന്ന് വെച്ചാൽ എന്തോ പല റിവറുകൾ ചേർന്ന് ഒരു വലിയ റിവറായിട്ട് ഒഴുകുന്നതിനെയാണ്. അപ്പോൾ ഈ റിവറിൻ്റെ ട്രിബ്യൂട്ടറീസാണ് ഈ കവർ ചെയ്യുന്നതൊക്കെ. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ദാറ്റ് വി ഡിസ്കസ്ഡ് ഏർലിയർ ഹാഡ് ഫ്ലറിഷ്ഡ് അലോങ് ദീസ് റിവർ ബേസിൻ. നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ഇതിൻ്റെ തുടക്ക ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഏനാ ഹാരപ്പൻ സിവിലൈസേഷനെ ഇൻഡസ് വാലി സിവിലൈസേഷനും പറയുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ സിന്ധൂതട സംസ്കാരം. സോ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ റിവറിന് എറൗണ്ടാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഫോം ചെയ്യുന്നത്, ഇവോൾവ് ചെയ്യുന്നത്. അറൗണ്ട് 3500 years ago, a group of people, namely Aryans, migrated to this region. ഈ ആര്യൻസ് എന്ന് പറയുന്ന ഒരു വംശം ജനങ്ങളാണ്. വംശം മീൻസ് ഒരു റേസ്. അതായത് ആര്യൻസിന് ഒരു പ്രത്യേക കളറ് കാണും, പ്രത്യേക ലുക്ക് കാണും, പ്രത്യേക ഹൈറ്റ് കാണും, പ്രത്യേക തരം കണ്ണുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആഫ്രിക്കൻ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുക? ആഫ്രിക്കൻ ആൾക്കാരെന്ന് വെച്ചാൽ വളരെ കറുപ്പാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യരാണ്, ശരിയല്ലേ? ബാക്കൊക്കെ തള്ളിയിരിക്കുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ആക്ച്വലി ആഫ്രിക്കൻസ്. സിമിലർലി നമ്മൾ മലയാളികളെ നോക്കുവാണെങ്കിൽ നമ്മൾ ബംഗാളീസ് എന്നും പറഞ്ഞ് ആക്ച്വലി നമ്മളുടെ മൈഗ്രേറ്ററി ലേബറേഴ്സിനെ പറയും. ഏനാ മൈഗ്രൻ്റ് ലേബേഴ്സിനെ നമ്മൾ ബംഗാളീസ് എന്ന് പറയും. കാര്യം എന്തുവാ? അവർ ഷോർട്ടാണ്, അവരുടെ കണ്ണുകൾ ഇങ്ങനെയാണ്, അവരുടെ ഫുഡ് കൾച്ചറുണ്ട്. സോ ഇതൊക്കെ ഓരോ റേസുകളാണ്. സിമിലർലി ആര്യൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം റേസാണ് ഈ ആര്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആര്യൻസ് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പഞ്ചാബികളെ കണ്ടിട്ടുണ്ടോ? സോ ഈ പഞ്ചാബികൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അവരെ പോലെ ഇരുന്നതാണ് ഒറിജിനൽ ആര്യൻസ്. നല്ല ഹൈറ്റൊക്കെ ഉള്ള, നല്ല ദൃഢമായ, നല്ല കളറുള്ള ടീമുകളാണ് ഈ ആര്യൻസ് എന്ന് പറയുന്നത്. ഈ ആര്യൻസ് എന്ന് പറയുന്നത് പലപ്പോഴും പലരും പറയും ഇന്ത്യയിലാണ് ആര്യൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അല്ല, തെറ്റാണത്. ഈ യൂറോപ്യൻ റീജിയണിൽ നിന്നും ഇന്ത്യയിലോട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ് ഈ ആര്യൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നു? സോ അറൗണ്ട് 3500 years ago, group of people, namely Aryans, migrated to this region. Okay? The Vedas provide us information about this. സോ പല വേദങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? 4 വേദങ്ങൾ. സോ ഈ വേദാസ് ആണ് ആക്ച്വലി ഗിവിങ് അസ് ഇൻഫോർമേഷൻ അബൌട്ട് ദിസ് ആര്യൻസ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. ദ വേദാസ് ആർ കമ്പോസ്ഡ് ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. നമ്മൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നൊക്കെ പറയുന്ന കണക്ക് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ഉണ്ട്. ഈ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് വേദാസ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. ഇൻ ദ ഏർലിയർ പീരീഡ് the Vedas were passed orally from generation to generation. ഏർലിയർ ടൈമിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനായിരുന്നു. അപ്പം അന്ന് പ്രിൻ്റഡ് ബുക്സുകളോ എഴുതാനുള്ള പേനകളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് ഓറലായിരുന്നു. ഓറൽ എന്ന് വെച്ചാൽ എങ്ങനെ? ടീച്ചറുണ്ട്, ടീച്ചർ നിന്ന് പറഞ്ഞു തരും, നിങ്ങൾ കുട്ടികളെല്ലാം അത് കേൾക്കും. അന്നേരം നിങ്ങൾ എങ്ങനെ അത് ഓർത്തിരിക്കുന്നത്? നിങ്ങളത് പറഞ്ഞു പഠിക്കണം. പലപ്പോഴും നമ്മൾ റൈംസൊക്കെ പഠിക്കാറില്ലേ ചെറിയ ക്ലാസ്സുകളിൽ? ബ്ലാ ബ്ലാ ബാ ഷിപ്പ് എന്നും പറഞ്ഞ് പഠിക്കില്ല. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ടീച്ചർ പറഞ്ഞു തരും, നമ്മളത് അതുപോലെ കേട്ട് ഓർമ്മിച്ചിരിക്കും. ഓക്കെ. സോ നമ്മൾ ഈ എഴുത്ത് പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പഠിത്തമാണ് ഈ ഓറലി എന്ന് വെച്ചാൽ മൗത്ത് ടു മൗത്ത്.
ടീച്ചർ സംസാരിക്കും, അത് നിങ്ങളുടെ സ്റ്റുഡൻസ് കേൾക്കും. മൗത്ത് ടു ഇയർ. സോ ഇതാണ് ഈ ഓറലി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ മൗത്തിലൂടെ പറഞ്ഞ് ഒന്നേ ഗണം. ഇപ്പോൾ നമ്മൾ ഈ മാത്സിൽ പട്ടികകളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്, നമ്പർ ടേബിളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്, 2 × 4 8, 3 × 4 12 എന്ന് പറഞ്ഞല്ലേ പഠിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓറൽ ട്രഡീഷൻ. സോ ഈ വേദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന രീതിയായിരുന്നു ഇങ്ങനെ ഓറൽ ടീച്ചിങ് അല്ലെങ്കിൽ ഓറൽ ലേണിംഗ് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് ഈ എഴുതാൻ നമുക്കൊരു ഭാഷ വേണം, എഴുതാൻ പേനയോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണം, പേപ്പർ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണം, ശരിയല്ലേ? സോ ഫസ്റ്റ് എഴുതിയത് വേദാസ് ആണ്. വേദാസ് കമ്പോസ്ഡ് ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. ഈ വേദാസ് നമുക്ക് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. Okay, so in the earlier period, the Vedas were passed orally from generation to generation. The period during which human life as depicted in the Vedas existed is known as Vedic period. So നമ്മൾ ഹിസ്റ്ററിയിൽ ഒരുപാട് കാലങ്ങൾ പഠിക്കും. അതായത് നമ്മളിപ്പോൾ 2021 സോ 2010 മുതൽ 2020 വരെ, 2021 തൊട്ട് 2031 വരെ, 2000 തൊട്ട് 2020 വരെ, 1900 തൊട്ട് 2000 വരെ, 1000 മുതൽ 2000 വരെ, ഇങ്ങനെ നമ്മൾ പല കാലങ്ങൾ പഠിക്കും. സോ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു പീരീഡാണ് ഈ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. വേദിക് പീരീഡ് എന്ന് പറയുന്നത് വേദങ്ങൾ എഴുതപ്പെട്ട സമയം അല്ലെങ്കിൽ വേദങ്ങളിൽ പറയുന്ന കാലഘട്ടമാണ് ഈ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ വേദിക് പീരീഡ് എന്ന് പറയുന്നത് എന്നാണ് ഉണ്ടായിരുന്നത്? അത് 1000 AD ഉണ്ടായിരുന്നത്? 2010 സാറേ ഉണ്ടായിരുന്നത്? 2015 അല്ല. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞു കാണും, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, നമ്മൾ വർഷങ്ങൾ എണ്ണുന്നത് AD എന്നും BC എന്നുമാണ്. സോ AD 1 2 3 4 5 6 എന്നും പറഞ്ഞ് നമ്മൾ എണ്ണും. 1 2 3 4 5 6 എന്നും പറഞ്ഞ് നമ്മൾ എണ്ണും. എണ്ണി എവിടം വരെ വരും? 2000, 2010, 2020, 2021 അല്ലേ? 2021 അല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത്? സോ 2021 വരെ വരും. സോ ഇതാണ് AD വർഷം എന്ന് പറയുന്നത്. അതിന് മുമ്പുണ്ടായിരുന്നതാണ് ഈ BC എന്ന് പറയുന്നത്, ബിഫോർ ക്രൈസ്റ്റ്. സോ BC ടൈം എന്ന് പറയുന്നത് എന്തുവാണ്? BC എണ്ണുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ്. 1 2 3 4 മേലോട്ടാണ് നമ്മൾ എണ്ണുന്നത്. അതായത് BC 1000 എന്ന് പറയുന്നത് ഇങ്ങനെ മേലോട്ട് പോയി ഇതായിരിക്കും BC 1000. BC 1500 എന്ന് പറയുന്നത് മേലോട്ട് പോയി 1500 BC 600 എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്. മനസ്സിലാവുന്നു? ഇതെല്ലാം BC ആണ്. സോ ഈ വേദിക് പീരീഡ് ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1500 600 BC ഇടയ്ക്കാണ്. അതായത് 1500 600 BC ഈ പീരീഡാണ് വേദിക് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഓർ ഈ വേദങ്ങൾ എഴുതിയ കാലഘട്ടം അല്ലെങ്കിൽ ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ് വേദിക് പീരീഡ് എന്ന് പറയുന്നത്. 1500 BC to 600 BC. Okay, so I believe you might have got enough idea about what is this Vedas and the Vedic period. So Vedic period ne kurichana ivide oru chart koduthirunnathu. So what is there in that chart? So Vedic period broadly classified into 2. So first phase ennu parayunnathu Rigvedic period aanu. Endukonda adine Rigvedic period ennu parayunne? Because the Rigveda written during that time. Then second period is known as later Vedic period because the other 3 Vedas written at that time: Samaveda, Yajurveda, Atharvaveda. So Rigveda, Samaveda, Yajurveda, Atharvaveda. Among that, Rigveda is the Veda that first written. Okay, so the period that is mentioned in the Rigveda, that is known as Rigvedic period. So the later Vedas written after some time. Okay, അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ ലേറ്റർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അന്നേരം എനിക്ക് ഇവിടെ ഇയർലി എന്ന് പറഞ്ഞുകൂടെ? യെസ്, യു ക്യാൻ സേ ഇറ്റ്. സോ യു ക്യാൻ നെയിം ഇറ്റ് ഇൻ ദിസ് വേ ആൾസോ. ഹൗ യു ക്യാൻ സേ Vedic period,
that is 1500 BC to 600 BC, broadly classified into early Vedic period and later Vedic period. Early Vedic period is, other name for the early Vedic period is Rigvedic period. Later Vedic period എന്ന് പറയുന്നത് ഈ 3 വേദങ്ങൾ ഉണ്ടായത്. Then there could be question, early Vedic period എന്നായിരുന്നു early Vedic period എന്ന് പറയുന്നത്? 1500 BC മുതൽ 1000 BC വരെയുള്ള സമയത്തെയാണ്, ആദ്യത്തെ 500 വർഷത്തെയാണ് early Vedic period or Rigvedic period എന്ന് പറയുന്നത്. 1000 BCക്ക് ശേഷം 1000 BC മുതൽ 600 BC വരെ, ഓക്കെ. സോ ഇവിടെ നമ്മൾ കണ്ടില്ലേ, 1000 BC മുതൽ 600 BC വരെയുള്ള പീരീഡാണ് ലേറ്റർ വേദിക് പീരീഡ്. 1500 മുതൽ 1000 വരെയുള്ളത് ഏർലി വേദിക് പീരീഡ്. സോ ഏർലി വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഋഗ്വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയാം. ഓക്കെയാ? വാട്ട് ഇൻഫോർമേഷൻ ഡു യു ഒബ്റ്റെയിൻ ഫ്രം ദ ചാർട്ട്? ഈ ചാർട്ടിൽ നിന്ന് എന്തൊക്കെ ഇൻഫോർമേഷനാണ് നിങ്ങൾ കിട്ടുന്നത്? സോ 2-3 എണ്ണം ഇവിടെ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. ദ പീരീഡ് ബിറ്റ്വീൻ 1500 BC and 600 BC is known as Vedic period. The period between 1500 BC and 600 BC is known as Vedic period. Yes, we are getting that information. Rigveda is the earliest among the Vedas. Yes, Rigveda written, the first Veda to written is Rigveda, that is in between 1500-1000 BC period. Okay. The period of human life is described in the Rigveda is known as Rigvedic period. So what is Rigvedic period? The period of human life that is described in Rigveda is known as Rigvedic period. മനസ്സിലായോ? The period of human life described in Rigveda is known as Rigvedic period. Similarly, നിങ്ങൾക്ക് എന്ത് എഴുതാം? ലേറ്റർ വേദിക് പീരീഡ് എന്തോ എഴുതുന്നത്? The period of human life described in other 3 Vedas such as Samaveda, Yajurveda, Atharva Veda is known as later Vedic period. മനസ്സിലായോ? The period of human life described in other 3 Vedas such as Samaveda, Yajurveda, Atharva Veda is known as later Vedic period. പിന്നെ നിങ്ങൾ എന്തോ എഴുതുന്നത്? നിങ്ങൾക്ക് വേറെ എന്തോ ഇൻഫോർമേഷനാണ് കിട്ടുന്നത്? ഋഗ്വേദിക് പീരീഡിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നില്ലേ? സോ അത് നിങ്ങൾക്ക് എഴുതാം. ഋഗ്വേദിക് പീരീഡ് എക്സ്റ്റെൻസ് ഫ്രം 1500 BC to 1000 BC. അതുപോലെ നിങ്ങൾക്ക് എഴുതാം ലേറ്റർ വേദിക് പീരീഡ് സ്പാൻസ് ബിറ്റ്വീൻ, സ്പാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ലേറ്റർ വേദിക് പീരീഡ് സ്പാൻസ് ബിറ്റ്വീൻ 1000 BC to 600 BC. എല്ലാ പോയിൻറ്റും ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ. ഇനിയും പോയിൻ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം. എങ്ങനെ എഴുതും നിങ്ങൾ? ഡ്യൂറിങ് ലേറ്റർ വേദിക് പീരീഡ് 3 Vedas compiled, okay, such as Samaveda, Yajurveda and Atharva Veda. എഴുതിയോ? Let's move to the next. Cattle, the measure of wealth. Let us see the observation made by the famous historian A.L. Bhasham on the Aryan social life during the Rigvedic period. അതായത് ഈ താഴെ ഒരു ഹിസ്റ്റോറിയൻ എന്ന് വെച്ചാൽ ഹിസ്റ്ററിയെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ A.L. ഭാഷം എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ആര്യൻസിൻ്റെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ പാരഗ്രാഫാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഷാൽ വി സീ ദാറ്റ്? The farmers prayed for the increase of cattle. The warriors expected cattle as booty, and the sacrificial priest was rewarded with the cattle for his service. Farmers, karshagara, they prayed for the increase of cattle. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. എന്തിനു വേണ്ടിയാ? അവരുടെ കാറ്റിൽ, അവരുടെ പശുക്കൾ, ആടുകൾ, ഇതിൻ്റെയൊക്കെ എണ്ണം കൂടാൻ വേണ്ടി, കാറ്റിൽ, കാള, പശുവിൻ്റെയൊക്കെ എണ്ണം കൂടാൻ വേണ്ടി, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി they prayed to the God.
ദ വാരിയേഴ്സ്, അതായത് ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ പ്രൊട്ടക്ഷേഴ്സ്, നമ്മുടെ ആർമി ആൾക്കാരെ പോലുള്ള അന്നത്തെ വാരിയേഴ്സ്. ദ വാരിയേഴ്സ് എക്സ്പെക്റ്റഡ് കാറ്റിൽ ആസ് എ ബൂട്ടി, അതായത് ഏതെങ്കിലും ഒരു സ്ഥലം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാരിയേഴ്സിന് കിട്ടുന്ന പേയ്മെൻറ്റ്, അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ആ നാട്ടിൽ നിന്നും പിടിച്ചെടുക്കുന്ന കാറ്റിലാണ് ആക്ച്വലി അവരുടെ ബൂട്ടി, അവരുടെ കൊള്ള. ആൻഡ് ദ സാക്രിഫിഷ്യൽ പ്രീസ്റ്റ്, ആരായി സാക്രിഫിഷ്യൽ പ്രീസ്റ്റ് എന്ന് പറയുന്നത്? സാക്രിഫൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രീസ്റ്റ് ഉണ്ടല്ലോ, ഇന്നത്തെ കണക്ക് അന്നും ഓരോ പ്രീസ്റ്റ്ലി ക്ലാസ് ഉണ്ട്. ഇപ്പോൾ പൂജയൊക്കെ ചെയ്യുന്ന മനുഷ്യർ. സോ ഈ പൂജാരികൾക്ക് എന്തോ വേണം? ദേ വെയർ റിവാർഡഡ് വിത്ത് കാറ്റിൽ ഫോർ ഹിസ് സർവീസ്, അവരുടെ റിവാർഡും കാറ്റിലാണ്. മനസ്സിലാവുന്നു? എന്തുകൊണ്ടാണ് കാറ്റിൽ ഒരു റിവാർഡ്? അതായത് അന്നത്തെ കാലത്ത് നമ്മൾ ഇന്നത്തെ കാണുന്ന റുപ്പിയോ ക്യാഷോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്യാഷും ഗോൾഡും ഒന്നുമില്ല. അതിന് പകരം പ്രോപ്പർട്ടിയും കാറ്റിലുമായിരുന്നു അന്നത്തെ സമ്പത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അന്ന് എന്തുകൊണ്ടാണ് ഈ കാറ്റിൽ എന്ന് പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത്? കാറ്റിലിനെ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കാറ്റിലിൽ നിന്നും മിൽക്ക് കിട്ടും, കർഡ് കിട്ടും, ശരിയല്ലേ? ചാണകം കിട്ടും. ഈ ചാണകം കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും? ചാണകം വെച്ച് കൃഷി ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അത് കഴിഞ്ഞ് കാറ്റിൽ മരിക്കുമ്പോഴോ, കാറ്റിൽ മരിക്കുമ്പോൾ ചിലർ അതിൻ്റെ ബോഡി, അതായത് അതിൻ്റെ ഫ്ലഷ്, ബീഫ് എന്ന് നമ്മൾ പറയുന്ന സാധനം, അവർ ബീഫായിട്ട് കഴിക്കും. ജനറലി അതിനെ തിന്നാൻ വേണ്ടി തിന്നില്ല കേട്ടോ, പക്ഷേ ചില കാസ്റ്റുകൾ അന്ന് തിന്നുമായിരുന്നു. അത് കഴിഞ്ഞാൽ അവരുടെ തോലുണ്ടല്ലോ, കാറ്റിലിൻ്റെ മൃഗങ്ങളുടെ തോല്, അത് ലെതർ ഇൻഡസ്ട്രിക്ക് വേണ്ടി യൂസ് ചെയ്യും. ലെതർ ചെരുപ്പ്, അന്നത്തെ കുതിരയുടെയൊക്കെ മേളിൽ പോകാൻ ഉപയോഗിക്കുന്ന ആ ലെതർ കവചം, ഇതെല്ലാം ആക്ച്വലി കാറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ കാറ്റിൽ നിന്ന് അന്നത്തെ ഒരുപാട് ആവശ്യങ്ങൾ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് കാറ്റിലും, ഈ കാറ്റിലിന് ഗ്രേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫീൽഡ്, അവർക്ക് പുല്ല് തിന്നാനുള്ള ഫീൽഡും അന്നത്തെ മെയിൻ സ്വത്തുക്കളായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് കാറുണ്ടോ, ബൈക്കുണ്ടോ, ഫ്ലാറ്റുണ്ടോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അന്നത്തെ കാലത്ത് ബൈക്കും കാറും ഒന്നുമില്ലായിരുന്നു. അതിന് പകരം ഇതൊക്കെയായിരുന്നു അവരുടെ സ്വത്തും സാലറിയും, ശരിയല്ലേ? സ്വത്തും സാലറിയും. കാര്യം പ്രീസ്റ്റിന്, പൂജാരിക്ക് കൊടുക്കുന്ന സാലറി ആയിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചാർജായിട്ട് കൊടുക്കുന്നത് കാറ്റിലാണ്. വാരിയേഴ്സിന് ഏതെങ്കിലും സ്ഥലം അറ്റാക്ക് ചെയ്താൽ കിട്ടുന്നത് കാറ്റിലാണ്. ഫാമേഴ്സിന് കാറ്റിലിൻ്റെ എണ്ണം കൂടണം, അതാണ് ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഗിവിങ് സച്ച് ഇമ്പോർട്ടൻസ് ടു കാറ്റിൽ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്? മനസ്സിലായി കാണുമല്ലോ. ഡ്യൂറിങ് ദ ഋഗ്വേദിക് പീരീഡ് കാറ്റിൽ വെയർ കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് വെൽത്ത്. ദ മെയിൻ ഓക്കുപ്പേഷൻ വാസ് കാറ്റിൽ റിയറിങ്. സോ ഋഗ്വേദിക് പീരീഡിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പശു വളർത്തൽ, കാറ്റിൽ റിയറിങ് ആയിരുന്നു ആക്ച്വലി മെയിൻ പരിപാടി, ഓർ കന്നുകാലി വളർത്തൽ എന്ന് നമുക്ക് പറയാം. മെയിൻ ജോലി എന്ന് പറയുന്നതായിരുന്നു. പീപ്പിൾ വെയർ ആൾസോ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, കൃഷിയും ഉണ്ടായിരുന്നു. ദ മെയിൻ ക്രോപ്പ് വാസ് ബാർലി. ബാർലി ആയിരുന്നു ആര്യൻസിൻ്റെ സമയത്തുള്ള മെയിൻ ആഹാരം. നമ്മുടെ ഇന്നത്തെ സമയത്ത് നമ്മൾ ബർഗറൊക്കെ തിന്നത്തില്ലേ? ബർഗർ തിന്നും, ബീഫ് തിന്നും, ചിക്കൻ തിന്നും, ശരിയല്ലേ? നമുക്കിന്ന് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്, ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്. സോ അന്നത്തെ ടൈമത്ത് ബാർലി ആയിരുന്നു അവരുടെ ക്രോപ്പ്. ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹൂ റിയേർഡ് കാറ്റിൽ വെയർ നോൺ ആസ് ട്രൈബ്സ്. ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹൂ റിയേർഡ്, റിയറിങ് മീൻസ് വളർത്തൽ എന്നാണ് അർത്ഥം, പരിപാലനം, പരിപാലനം എന്നാണ് മലയാളം. ഓക്കെ, അതായത് നമ്മൾ പശുവിനെയൊക്കെ നോക്കി വളർത്തുന്നില്ലേ, അതിനെ കുളിപ്പിച്ച് അതിൻ്റെ ചാണകമൊക്കെ വാരി മാറ്റി അതിൻ്റെ പാലൊക്കെ പിഴിഞ്ഞ്, ഇതിനെയാണ് ആക്ച്വലി വളർത്തൽ എന്ന് പറയുന്നത്. ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹൂ റിയേർഡ് കാറ്റിൽ വെയർ നോൺ ആസ് ട്രൈബ്സ്, ഓരോ ട്രൈബൽ ഗ്രൂപ്പുകൾ. ഓക്കെ, ദ ചീഫ്റ്റൻ, അതിൻ്റെ മെയിൻ ആള് ഓഫ് ഈച്ച് ട്രൈബ് ഈസ് നോൺ ആസ് രാജൻ. നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ മൂപ്പൻ, കാട്ടിലെ മൂപ്പൻ എന്നൊക്കെ പറയത്തില്ലേ? സോ സിമിലർലി അന്നുണ്ടായിരുന്ന പല പല ട്രൈബുകൾ, പല പല കുലങ്ങളുണ്ടായിരുന്നു, ഓരോ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലെ മെയിൻ ആളിനെ അവർ പറയുന്നത് രാജൻ എന്നാണ്. അതായത് രാജാവ് എന്ന് പറയുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതായി പറയുന്നതാണ്. ദ ട്രൈബ്സ് ഫൗട്ട് ഈച്ച് അതർ. സോ ട്രൈബുകൾ തമ്മിൽ ഒരുപാട് മത്സരങ്ങളും യുദ്ധങ്ങളും അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു ഫോർ ദ പൊസഷൻ ഓഫ് കാറ്റിൽ. സോ കൂടുതൽ കാര്യം, ഒരു ട്രൈബിനെ അറ്റാക്ക് ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റിൽ, അതിൻ്റെ കന്നുകാലികളെയൊക്കെ ഇവർക്ക് കിട്ടും. സോ അതിനുവേണ്ടി അവർ തമ്മിൽ ഒരുപാട് യുദ്ധം ഉണ്ടാക്കിയിരുന്നു. ദെയർ വെയർ ബാറ്റിൽസ് അമംഗ് ഡിഫറെൻറ്റ് ആര്യൻസ് ട്രൈബ്സ് ആസ് വെൽ ആസ് ബിറ്റ്വീൻ ദ ആര്യൻസ് ആൻഡ് ദ നോൺ ആര്യൻസ്. സോ ആര്യൻസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സാണ്. അതേ സമയത്ത് ലോക്കലും ആൾക്കാരുണ്ടായിരുന്നു. സോ ഇവർ തമ്മിലും ഫൈറ്റ് ഉണ്ടായിരുന്നു. ആര്യൻസിലെ പല ട്രൈബുകൾ തമ്മിലും അവർ ഫൈറ്റ് ഉണ്ടാക്കി. എന്തിനു വേണ്ടിയാണ്?
കന്നുകാലികളെ പിടിച്ചെടുക്കാൻ, പശുവിനെയും കാളയൊക്കെ പിടിച്ചെടുക്കാൻ. കാര്യം അതായിരുന്നു അന്ന് വെൽത്ത്. ഇന്ന് നമ്മൾ കാണുന്നില്ലേ പല സമയത്തും ബാങ്ക് റോബറി കാണത്തില്ലേ നിങ്ങൾ, അല്ലെങ്കിൽ വഴിയെ പോകുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക, ചെയിൻ സ്നാച്ചിങ്, സ്വർണ്ണമാലയൊക്കെ പറിച്ചുകൊണ്ട് പോകത്തില്ലേ. സോ അതുപോലെ അന്ന് ഈ സ്വർണവും ബാങ്കും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് ആകെ ഉള്ളത് കന്നുകാലി ഉണ്ടായിരുന്നു, അതിനു വേണ്ടി അടിയൊക്കെ ഉണ്ടായിരുന്നു. ദ ആര്യൻസ് പൊസസ്ഡ് ഹോഴ്സസ്. സോ ആര്യൻസിന് ഹോഴ്സസ് ഉണ്ടായിരുന്നു, ബാർലി ആയിരുന്നു അവരുടെ മെയിൻ ക്രോപ്പ്, കാറ്റിൽ റിയറിങ് ആയിരുന്നു മെയിൻ പണി, അഗ്രികൾച്ചറും ഇത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ദ ആര്യൻ പൊസസ്ഡ് ഹോഴ്സസ് ആൻഡ് ദ വെപ്പൺസ് മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് ബ്രോൺസ്. സോ നമ്മൾ ഹ്യൂമൻസ് ആദ്യം യൂസ് ചെയ്യുന്ന മെറ്റൽ എന്ന് പറയുന്നത്, ലോഹം എന്ന് പറയുന്നത് കോപ്പറാണ്. ലേറ്റർ ദാറ്റ് കോപ്പറിൻ്റെ കൂടെ ടിന്നും കൂടെ മിക്സ് ചെയ്ത ബ്രോൺസ് എന്ന് പറയുന്ന മെറ്റൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. വിത്ത് ദ അഡ്വാൻറ്റേജ് ഓഫ് ദീസ് ദേ കോൺക്വയർഡ് ദ നോൺ ആര്യൻസ്. സോ ഈ കോപ്പറും ബ്രോൺസും ഒക്കെ ആര്യൻസിൻ്റെ കയ്യിൽ വെപ്പണായിട്ടുണ്ടായിരുന്നുകൊണ്ട്, ഇരുമ്പ് വെപ്പൺ, ഇരുമ്പല്ല അത്, ഇരുമ്പെന്ന് വെച്ചാൽ അയണാണ്. സോ ഈ മെറ്റൽ വെപ്പൺ അവരുടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് യുദ്ധത്തിലൊക്കെ മറ്റുള്ളവരുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റി. ഈസി ആയിട്ട് ലോക്കൽ ആൾക്കാരെയൊക്കെ തോപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് കാറ്റിൽ പിടിച്ചെടുക്കാനും അവരുടെ ഗ്രേസിങ് ലാൻഡ് പിടിച്ചെടുക്കാനും ഒക്കെ പറ്റി. ദ സബ്ജുഗേറ്റഡ് പീപ്പിൾ വെയർ നോൺ ആസ് ദാസാസ് ഓർ ദാസ്യൂസ്. ഓക്കെ, ദാസ എന്നും ദാസ്യൂസ് എന്നും പറയുന്നു. ഏതാ ഈ സബ്ജുഗേറ്റഡ് പീപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു യുദ്ധം നടക്കുമ്പോൾ ആരാണോ തോക്കുന്നത് അവരെ കീഴ്പ്പെടുത്തും. സോ അങ്ങനെ കീഴ്പ്പെടുത്തിയ ആൾക്കാരെയാണ് ദാസന്മാരെന്നും ദാസ്യൂസ് എന്നും പറയുന്നത്. ആര്യൻസ് ക്യാപ്ചേർഡ് ദ കാറ്റിൽ ഓഫ് ദ ഡിഫീറ്റഡ് നോൺ ആര്യൻസ്. ഈ ആര്യൻസ് നോൺ ആര്യൻസ് ആയിട്ടുള്ള ലോക്കൽസ് ഉണ്ടല്ലോ, അവരുടെ മൃഗങ്ങളെ, കാറ്റിലിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. കമ്പയർ ദ സോഷ്യൽ ലൈഫ് ഓഫ് ഋഗ്വേദിക് പീരീഡ് വിത്ത് ദാറ്റ് ഓഫ് ദ ഹാരപ്പൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ നേരത്തെ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? സോ അവരുടെ ഒരു സിസ്റ്റം, അവരുടെ ലിവിങ് കൾച്ചറും നമ്മളിപ്പോൾ കണ്ട ഋഗ്വേദിക് പീരീഡിലുള്ള ആൾക്കാരുടെ സോഷ്യൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ തൊഴിൽ, ഒക്കുപ്പേഷൻ, അവരുപയോഗിച്ചിരുന്ന ടൂൾസ്. സോ ഇതിന് നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ റെഫർ ചെയ്യും. ആ ചാപ്റ്റർ റെഫർ ചെയ്തിട്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്തെഴുതും. ഞാനിതിൻ്റെ എൻഡിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. നിങ്ങൾ സ്വയം ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. ഓക്കെ, സോ ഡ്യൂറിങ് ദ ഋഗ്വേദിക് പീരീഡ് എന്ന് വെച്ചാൽ ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ടൈം അതേതാണ്? 1600 BC മുതൽ 1000 BC വരെയുള്ള ടൈം. ഡ്യൂറിങ് ദ ഋഗ്വേദിക് പീരീഡ് പീപ്പിൾ വർഷിപ്ഡ് ദ ഗോഡ്സ്. ഏതെല്ലാം ഗോഡ്സിനെ അന്ന് വർഷിപ്പ് ചെയ്തിരുന്നത്? ഇന്ദ്ര, വരുണ ആൻഡ് അഗ്നി, ആൻഡ് ദ ഗോഡസ് സച്ച് ആസ് അതിഥി ആൻഡ് ഉഷ. സോ ഇന്നത്തെ കാലം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ശിവനുണ്ട്, ഇന്ന് വിഷ്ണു ഉണ്ട്, ഗണപതി ഉണ്ട്, നമ്മുടെ കാർത്തികേയനുണ്ട്, അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട്. നമ്മൾ ഹിന്ദുയിസം സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സോ ബട്ട് ഋഗ്വേദിക് പീരീഡിൽ, ഋഗ്വേദയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സമയത്ത് മെയിനായിട്ട് പ്രൊമിനൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഗോഡ്സ്, അതിൽ ആണുങ്ങളെന്ന് പറയുന്നത് ഇന്ദ്രൻ, വരുണ, അഗ്നി. അതിൽ ഗോഡസ്, ദേവികൾ അതിഥിയും ഉഷയുമായിരുന്നു. ദ പോട്ടറി യൂസ്ഡ് ഇൻ ദിസ് പീരീഡ് വാസ് ഗ്രേ. ആ സമയത്ത് കളിമണ്ണ് ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ, അതാണ് ഈ പോട്ടറി. അത് ഗ്രേ കളറായിരുന്നു. ഇതാ ഇവിടെ കാണുന്നില്ലേ നിങ്ങളൊരു ചട്ടിക്കല. സോ ദ പോട്ടറി ദാറ്റ് വെയർ യൂസിങ് അറ്റ് ദാറ്റ് ടൈം വെയർ ഗ്രേ ഇൻ കളർ ആൻഡ് വാസ് നോൺ ആസ് ഗ്രേ വെയർ. സോ ഗ്രേ കളറിലുണ്ടായിരുന്ന ഇങ്ങനെയുള്ള പോട്ടറി ഐറ്റംസിനെ ഗ്രേ വെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഗിവൺ പിക്ചർ ഈസ് ദി റെമിനൻ്റ് ഓഫ് ദ ഗ്രേ ദാറ്റ് വെയർ യൂസ്ഡ് ഋഗ്വേദിക് പീരീഡ്. സോ ഋഗ്വേദിക് പീരീഡിൽ ഉപയോഗിച്ചിരുന്ന ഒരു കലമാണിത്. അതായത് എത്ര വർഷം മുമ്പാണ്? നമ്മൾ 2021 വർഷമാണ്. അതിനും മുമ്പ് 2021 വർഷത്തിന് മുമ്പ് 1000 വർഷം കൂടെ, അതായത് 3021 വർഷം പഴക്കമുള്ള ഒരു കലമാണ് ഇതെന്ന് പറയുന്നത്. പലയിടത്തും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ഓക്കെയാ?